Hi friends, Samsung Infinity O display A8s കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. O display എന്ന് മാത്രമല്ല, സ്ഥിരം ലൈനപ്പിൽ നിന്നും കുറച്ചധികം വ്യത്യാസങ്ങളും ഈ ഫോണുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് സന്ദർശിക്കുന്നെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. Hi, Samsung കഴിഞ്ഞ ഒരു ഡെവലപ്പർ കോൺഫറൻസിൽ കുറച്ച് ഡിസ്പ്ലേകളെ കുറിച്ച് പറഞ്ഞിരുന്നു. Infinity U, Infinity V, Infinity O, the new Infinity. ഇങ്ങനെ 3-4 ഡിസ്പ്ലേകളിൽ ഒരു ഡിസ്പ്ലേ ടെക്നോളജിയായ Infinity O നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് സാംസങ്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഈ O ഡിസ്പ്ലേ എന്ന് നോക്കി കഴിഞ്ഞാൽ സാധാരണ ഫോണുകളിൽ കാണുന്ന നോച്ച്, ആ നോച്ച് സാംസങ് ഇവിടെ ഉപയോഗിക്കുന്നില്ല. പകരം നോച്ചിൽ വെക്കേണ്ട ക്യാമറ സ്ക്രീനിനകത്ത് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിൽ വെച്ചിരിക്കുകയാണ്. ആ ഹോൾ റൗണ്ട് ഷേപ്പിലാണ്, O ഷേപ്പിലാണ്. അതുകൊണ്ടാണ് ഈ ഡിസ്പ്ലേയെ O ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി O ഡിസ്പ്ലേയുമായിട്ട് സാംസങ്ങിൻ്റെ A8s വന്നു. ഒരു വ്യത്യാസം ഇവിടെ ഡിസൈനർ സൈഡിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ AMOLED സ്ക്രീനാണ് സാംസങ് ഈ ലൈനപ്പിലൊക്കെ ഉപയോഗിക്കാറ്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് LCD സ്ക്രീനാണ്. കാരണം വ്യക്തമല്ല, ഇനിയിപ്പോൾ ഈ O ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ LCDയിൽ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണോ, അതോ ഇനി പ്രൈസ് കുറച്ച് മിഡ് റേഞ്ചിലെ കോമ്പറ്റീഷനിൽ മറ്റുള്ള കമ്പനികളുമായിട്ട് ഏറ്റുമുട്ടാൻ ഉറപ്പിച്ച് തന്നെ വില കുറയ്ക്കാനാണോ ഈ കാര്യം ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും LCD ഡിസ്പ്ലേ ആണ് ഇൻഫിനിറ്റി O വരുന്നത്. റിയർ സൈഡിലെ ഡിസൈൻ ഗ്ലാസ് ഡിസൈനാണ്. A7 ട്രിപ്പിൾ ക്യാമറമായിട്ട് വന്ന ഫോൺ നമുക്കറിയാം. ഓൾമോസ്റ്റ് സെയിം ലുക്ക് ആൻഡ് ഫീലുള്ള ഒരു ഫോണാണ് A8s എന്ന് പറയുന്നത്. ഇൻഫിനിറ്റി O ഡിസ്പ്ലേയുമായി വരുന്നു. അടുത്തായിട്ട് പെർഫോമൻസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ Snapdragon 710 ആണ്. നോക്കിയ 8.1 ഉപയോഗിച്ചിരിക്കുന്ന അതേ 710 കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. Snapdragon 660 പോലെ മിഡ് റേഞ്ചിലെ പ്രൊസസറുകളെക്കാൾ കുറച്ചും കൂടി ബെറ്റർ ടെക്നോളജി ഉപയോഗിക്കുന്ന, പ്രോസസ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു പ്രൊസസറാണ് ഈ 710. അപ്പോൾ അതാണ് ഈ മിഡ് റേഞ്ച് ഫോണിലേക്ക് വരുന്നത്. സാംസങ് സാധാരണ മിഡ് റേഞ്ച് ഫോണിൽ പ്രൊസസറിന് അത്ര വലിയ പവർഫുള്ളായ പ്രൊസസറുകൾ കൊടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത്തവണ Snapdragon 710 ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ഉള്ളത്. ഇതിൻ്റെ റാം വേരിയൻറ്റുകൾ 6GB റാം, 8GB റാം ആണ്. സ്റ്റോറേജ് 128GB ആണ്. മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. ഒപ്പം തന്നെ One UI, നമ്മൾ കഴിഞ്ഞ ഡെവലപ്പർ കോൺഫറൻസിൽ അവർ പറഞ്ഞ One UI ഇതിൽ വരുന്നില്ല. എക്സ്പീരിയൻസ് UI തന്നെയാണ്. ആൻഡ്രോയിഡ് 8.1 Oreo ആണ്. ആൻഡ്രോയിഡ് 9 നമുക്ക് ഔട്ട് ഓഫ് ബോക്സ് കിട്ടുന്നില്ല. എങ്കിലും ടോട്ടലായിട്ട് നല്ലൊരു പ്രൊസസർ വെച്ചുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് പറയാം. അടുത്തായിട്ട് ക്യാമറയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് സാംസങ്ങിൻ്റെ A7 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പായിട്ട് വന്ന് നമ്മൾ കണ്ടിരുന്നു. അതേപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇവിടെയുണ്ട്. 24 മെഗാപിക്സലാണ് മെയിൻ ക്യാമറ, f1.7 ആപ്പച്ചറിൽ. പിന്നെ ഒരു ക്യാമറ വരുന്നത് 10 മെഗാപിക്സലിൻ്റെയാണ്, f2.4 ആപ്പച്ചറിൽ. പിന്നെ ഒരെണ്ണം ഡെപ്ത് സെൻസർ 5 മെഗാപിക്സൽ, അത് f2.2 ആപ്പച്ചറിൽ. അങ്ങനെ 3 ക്യാമറ സെറ്റപ്പ് പുറകിലുണ്ട് A7 പോലെ തന്നെ. ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ 24 മെഗാപിക്സലാണ്, f2.0 ആപ്പച്ചറിൽ. അങ്ങനെ നല്ല ക്യാമറ സെറ്റപ്പ് ഇതിനകത്തുണ്ട്. പെർഫോമൻസ് നമുക്ക് റിയൽ ലൈഫിൽ നോക്കാം. ബാറ്ററിയുടെ പവർ എന്ന് പറയുന്നത് 3300 mAh ആണ്. 18W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു. ടൈപ്പ് C ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് A7 ട്രിപ്പിൾ ക്യാമറ ഫോണുമായിട്ട് നല്ല സാദൃശ്യം തോന്നും ലുക്ക് ആൻഡ് ഫീലിൽ. പക്ഷേ ഉള്ളിൽ Snapdragon 710 ആണ്. ഡിസ്പ്ലേ LCD ആണ്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഫോണിനെ കുറിച്ച് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, സാംസങ് ഇതിനകത്ത് നിന്ന് ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. സാധാരണ മറ്റുള്ള കമ്പനികളൊക്കെ ഇപ്പോൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാംസങ്ങും അതേപോലെ തന്നെ അവരെ അനുകരിക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതി ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ഇതിൽ കിട്ടില്ല. പകരം ആ ഡോങ്കിൾ അത് വെച്ചുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ്, അതായത് അഡാപ്റ്റർ അത് വെച്ചുകൊണ്ട് വേണം ഇനി മുതൽ ഇതിനകത്ത് നിന്ന് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ഇതിലൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ സാധാരണ സാംസങ്ങിൻ്റെ സ്ഥിരം ലൈനപ്പായ ഫോണുകളിൽ നിന്നും മാറി AMOLEDക്ക് പകരം LCD, അതുപോലെ ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ A8s നമുക്ക് വാങ്ങിക്കാൻ ശ്രമിക്കാം. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. മാത്രമല്ല ചൈനയിൽ ലോഞ്ച് ചെയ്തു, പക്ഷേ അവിടെ പ്രൈസ് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഫോണിന് വേണ്ടുന്ന എല്ലാ സെറ്റപ്പ് ഇതിനകത്തുണ്ട്. ട്രിപ്പിൾ ക്യാമറയൊക്കെ ആയിട്ട് നല്ല പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഫിനിറ്റി O ഡിസ്പ്ലേയുമായിട്ട് ഫോൺ വന്നിരിക്കുകയാണ്. ഈ ഫോണിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും നമുക്ക് ഇപ്പോഴേക്ക് അറിയില്ല. ജസ്റ്റ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനൊരു സംഭവം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇതിൻ്റെ കോമ്പറ്റീഷൻ നമുക്കറിയാം. ഇതിന് ഓൾറെഡി സാംസങ്ങുമായിട്ട് ഗംഭീര കോമ്പറ്റീഷൻ നിൽക്കുന്ന ഒരു കമ്പനിയാണ് വാവേ. അവർ തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിലും കോമ്പറ്റീഷനായിട്ട് വരുന്നത്. വാവയുടെ Nova 4 വരുന്നുണ്ട്. ഒപ്പം തന്നെ സബ്രാൻഡായ ഹോണറിൻ്റെ V20 വരുന്നുണ്ട്. അപ്പോൾ നല്ല കോമ്പറ്റീഷൻ, നല്ല ബ്രാൻഡിൽ നിന്നും ഇവരുടെ ഒപ്പത്തിനൊപ്പം തന്നെ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. Nova 4നെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫേസ്ബുക്ക് പേജിലേക്ക് പോവുക, വീഡിയോ കാണുക, ഒപ്പം തന്നെ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ Realme എന്ന ഫോണിൻ്റെ സർവീസ് സെൻ്ററിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഡൗട്ട് തീർത്തുകൊണ്ടൊരു വീഡിയോ ഫേസ്ബുക്ക് പേജിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഉപയോഗിച്ച് ഫേസ്ബുക്ക് പേജിൽ പോയി വീഡിയോസ് കാണാം. ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാം. ഒപ്പം തന്നെ പേജ് വീണ്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ A8s ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ എത്തുമ്പോൾ വിശദമായ റിവ്യൂമായിട്ട് വീണ്ടും വരാം. തൽക്കാലം ആ ഫോണിനെ പരിചയപ്പെടാൻ ഈ വീഡിയോ സഹായിച്ചു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.